ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് മെക്കാനിക്കൽ കോൺസെപ്റ്റ്സിനെ പറ്റിയാണ്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെയുള്ള കുറച്ച് മെക്കാനിക്കൽ കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ട്രെസ് നോക്കാം. സ്ട്രെസ് ഈസ് ഡെവലപ്ഡ് ഇൻ എ റെസ്പോൺസ് ഓഫ് മെക്കാനിക്കൽ ലോഡിങ്. മെക്കാനിക്കൽ ലോഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം സ്ട്രെസ് ഈസ് ഡെവലപ്ഡ് ഇൻ റെസ്പോൺസ് ടു മെക്കാനിക്കൽ ലോഡിങ്. ഇനി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂട്ടൺസ് 3 laws ഓഫ് മോഷനെയാണ്. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എവരി ബോഡി കണ്ടിന്യൂസ് ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈ ടു ഇറ്റ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F is equal to ma, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ള ഇക്വേഷൻ വന്നിരിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയും സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഫോഴ്സുമാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അന്നേരം ഈ ലോസിനെ ബേസ് ചെയ്തിട്ടാണ് മെംസ് ഡിവൈസസ് അണ്ടർ ലോഡിങ് വരുന്ന സമയത്ത് ഉള്ള സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ബിഹേവിയേഴ്സ് അനലൈസ് ചെയ്യുന്നത്. അപ്പം ഈ ലോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് എ മെറ്റീരിയൽ വിച്ച് ഗിവ് റൈസ് ടു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അന്നേരം ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഒരു മെറ്റീരിയലിനകത്ത് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയി മാറുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ ഫിഗറിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു ബാറാണ്. ആ ബാർ എന്ന് പറയുന്നത് ഒരു ബ്രിക്ക് വാളിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മളൊരു ആക്സിയൽ ഫോഴ്സ് F അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡിൽ. അപ്പം ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഫോഴ്സ് ആ ബാറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുകയും ആ വാള് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിൽ തിരിച്ച് അതിനൊരു റിയാക്ഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം. ഓക്കെ, അതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഈ വാളിനെ നമ്മൾ ഇമാജിനറിലി അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ആ വാളിനെ അങ്ങ് മാറ്റുകയാണ്. ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വാളിനെ ഇമാജിനറിലി നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ മാറ്റിയിട്ട് പകരം അതിനകത്ത് എന്തെല്ലാം ആക്ഷൻസ് വന്നു എന്നുള്ളത് പകരം നമ്മൾ വരച്ചു വെച്ചിരിക്കുകയാണ്. സോ ആ കാണുന്നത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ്. ദിസ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബാർ ക്ലിയർലി റിവീൽസ് ദാറ്റ് the wall must provide an axial force with equal magnitude but opposite direction to the applied force. എന്നിട്ട് നിങ്ങൾക്കത് കാണാം. അതിനകത്ത് ഒരു ആക്സിയൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആക്സിയൽ ഫോഴ്സ് കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഈക്വൽ ഫോഴ്സ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തിനാണ് അത് ഈക്വൽ ഫോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്? കാരണം ആ ബാർ എന്ന് പറയുന്നത് ആ വാളിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ബാർ ഈസ് 0. ആ ബാറിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0ആണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ബാറിൽ അപ്ലൈ ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും ആ വാളിലോട്ട് പോകുന്നതെന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഹിഡൻ ഫോഴ്സസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സെക്ഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബാർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിലായതുകൊണ്ട് ഈ ബാറിൻ്റെ എല്ലാ പോർഷനും എന്തായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ഇതാണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കൺസിഡർ എ ബാർ ഫേംലി എംബഡഡ് ഇൻ എ ബ്രിക്ക് വാൾ വിത്ത് ആൻ ആക്സിയൽ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദ എൻഡ്. ആ ബാറിൻ്റെ എൻഡിൽ ഒരു ആക്സിയൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സിൻസ് ദ ഫോഴ്സ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബാർ ടു ദ വാൾ must produce a reaction according to Newton's third law.
അന്നേരം നമ്മൾ ഈ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് എന്താണ് വാളിലോട്ട് പോകുന്നു. അന്നേരം വാള് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഈക്വൽ റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഏതിനെ ബേസ് ചെയ്തിട്ട്? ന്യൂട്ടൺസ് തേർഡ് ലോ ബേസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദ വാൾ വുഡ് ആക്ട് ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ബാർ വിത്ത് ആൻ അൺനോൺ ഫോഴ്സ്. To expose and quantify this force, we imaginarily remove the wall and replace it with the actions it imparts on the bar. This free body diagram of the bar clearly reveals that the wall must provide an axial force with equal magnitude but opposite direction to the applied force, so that the total force on the bar is 0 to maintain its stationary status. We can use this technique to expose and quantify hidden forces and stress at any section. Since the bar is in equilibrium, any part of it must be in equilibrium as well. We can pick an arbitrary section of interest and imaginarily cut the bar into two halves. Since the force applied at the free end of the bar an equal but opposite force must develop at the cross section. നമ്മൾ നേരത്തെ ആക്സിയൽ ഡയറക്ഷനിലായിരുന്നു ഫോഴ്സ് അപ്ലൈ ചെയ്തത്. ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ബാറിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ആക്ടിങ് ഓൺ ദ ഐസൊലേറ്റഡ് ബാർ മസ്റ്റ് ബി 0. ഈ ബാറിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ബാറിനകത്തുള്ള സം ഓഫ് ഫോഴ്സസും അതേപോലെ മൊമെൻറ്റും എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ ദ നെറ്റ് ഫോഴ്സ് ടു ബി 0, a force of same magnitude but opposite side must act on the end of the bar attached to the wall. അപ്പം ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. അന്നേരം നമ്മളിവിടെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, കണ്ടോ? അന്നേരം ആ ഫോഴ്സ് നമ്മൾ ഡൗൺവേർഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അന്നേരം വാളിൽ അതിനെ അതേ രീതിയിൽ സ്റ്റഡി ആയിട്ട് നിർത്തണമെങ്കിൽ വാളിൽ എങ്ങോട്ടായിരിക്കണം ഫോഴ്സ് വരേണ്ടത്? അപ്വേർഡ്സ് ആയിരിക്കണം. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഡൗൺവേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു അപ്വേർഡ് ഫോഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാള് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് ഒരു പെയർ ഓഫ് ഫോഴ്സസ് ഉണ്ട് ഓപ്പോസിറ്റായിട്ട്. സോ ദ പെയർ ഓഫ് ഫോഴ്സ് ഹവർ ക്രിയേറ്റ് എ ടോർക്ക്. ഈ പെയർ ഓഫ് ഫോഴ്സ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ടോർക്ക് ക്രിയേറ്റ് ചെയ്യും വിത്ത് ദ സ്മാൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്, സ്മാൾ മാഗ്നിറ്റ്യൂഡ് ബീയിങ് എഫ് ടൈംസ് എൽ. അന്നേരം ടോർക്കിൻ്റെ ഉള്ള ഇക്വേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് കാണാമല്ലോ, ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ. അന്നേരം ഈ പെയർ ഓഫ് ഫോഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ബാർ. അപ്പം ഇതിനൊരു റിയാക്റ്റീവ് ടോർക്കും ഉണ്ടാവും. ആ റിയാക്റ്റീവ് ടോർക്ക് ഇതേപോലെ തന്നെ എഫ് ടൈംസ് എൽ ആയിരിക്കും, പക്ഷേ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് മസ്റ്റ് ആക്ട് ഓൺ ദ എൻഡ് ഓഫ് ദ ബാർ അറ്റാച്ച്ഡ് ടു ദ വാൾ. ആ വാളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ എൻഡിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇതിനെയും അതേപോലെ ഇമാജിനറിലി ആയിട്ട് ഒരു സെഷനായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പീസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ടോർക്കും അതേപോലെ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അന്നേരം നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ബാർ എന്ന് പറയുന്നത് ഐസൊലേറ്റ് ബാറാണ്. ഐസൊലേറ്റ് ബാറിൽ സം ഓഫ് ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ആക്ടിങ് ഓൺ ഐസൊലേറ്റ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫോഴ്സ് ട്രാൻസ്വേഴ്സ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അന്നേരം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വാളും ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സസും കൂടെ ചേർന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യും? ഒരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. ടോർക്ക് എന്ന് പറയുന്നതിനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് ദ ബാറാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നെറ്റ് ഫോഴ്സും ടോർക്കും എല്ലാം എന്തായിരിക്കും? 0. ഇനി നമ്മൾ കുറച്ച് ഡെഫിനേഷൻസാണ്, സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയൊക്കെ കുറച്ച് ഡെഫിനേഷൻസും കാര്യങ്ങളുമാണ്. അന്നേരം മെയിനായിട്ടും മെക്കാനിക്കൽ സ്ട്രെസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോർമൽ സ്ട്രെസ് എന്നും ഷിയർ സ്ട്രെസ് എന്നും. അപ്പം ഈ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഡയഗ്രത്തിൽ
ഒരു കോളം എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് നോർമൽ സ്ട്രെസ്സാണ്. അത് ലോഡഡ് കണ്ടീഷനിലും അൺലോഡഡ് കണ്ടീഷനിലും ഉള്ള നോർമൽ സ്ട്രെസ്സും അപ്പുറത്തെ കോളത്തിൽ എന്താണ് ലോഡഡിലും അൺലോഡഡിലുമുള്ള നോർമൽ ഷിയറുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗറിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് ഈ നോർമൽ സ്ട്രെസ്, എന്താണ് ഷിയർ സ്ട്രെസ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പം നമുക്ക് ആദ്യം നോർമൽ സ്ട്രെസ്സൊക്കെ എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു റോഡ് അതിനെ നമ്മൾ വലിക്കുകയാണ്, നല്ല രീതിയിൽ വലിക്കുകയാണ്, പുള്ള് ചെയ്യുകയാണ്. അപ്പം അതിനകത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഒരു പുള്ള് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അന്നേരം അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഇമാജിനറിലി നമ്മൾ ആ റോഡിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും എന്താണ് അവിടെ ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ആ ഇൻറ്റൻസിറ്റി, ആ ഒരു ഫോഴ്സ്, ആ പുള്ളി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്ട്രെസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോർമൽ സ്ട്രെസ്. ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അന്നേരം നോർമൽ സ്ട്രെസ് കോമൺലി ഡിനോട്ടഡ് ആസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നോർമൽ സ്ട്രെസ് ആയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് നമുക്ക് പാസ്കൽ എന്ന് പറയാം. ഫോഴ്സ് പെർ ഏരിയ അല്ലേ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഏരിയയുടെ അത് മീറ്റർ സ്ക്വയറും ആകുമ്പം ഈ സ്ട്രെസ്സിൻ്റെ നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആയിരിക്കും. ഇനി അടുത്ത ഈ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഒരു റോഡ് എടുത്തു, അതിൽ നമ്മൾ എന്ത് ചെയ്തു? പുള്ളി ചെയ്തപ്പോഴത്തേക്കും അവിടെ എന്ത് ആ റോഡിൻ്റെ എന്ത് അനുഭവപ്പെട്ടു? ഒരു നോർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഈ പുള്ളിയാണെന്നില്ല, തിരിച്ച് പുഷ് ചെയ്യുകയാണെങ്കിലും അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അന്നേരം നമുക്കിങ്ങനെ പറയാം, നോർമൽ സ്ട്രെസ് ക്യാൻ ബി ടെൻസൈൽ ഓർ കംപ്രസീവ്. എന്ന് വെച്ചാൽ നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ ടെൻസൈൽ സ്ട്രെസ്സും ടെൻസൈലായിട്ടായിരിക്കും, അല്ല പുഷ് ചെയ്യുന്ന സമയത്ത് കംപ്രസീവായിട്ടായിരിക്കും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് വോളിയം ഈസ് പുൾഡ് ഇൻ വൺ പർട്ടിക്കുലർ ആക്സിസ് ദ സ്ട്രെസ് ഈസ് ടെൻസൈൽ. ഇഫ് ദ വോളിയം ഈസ് പുഷ്ഡ് ദ സ്ട്രെസ് ഈസ് കംപ്രസീവ്. ദ യൂണിറ്റ് ഓഫ് എലോങ്ങേഷൻ ഓഫ് ദ റോഡ് റെപ്രസെൻറ്റ് ദ സ്ട്രെയിൻ. അന്നേരം സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ റോഡിനുണ്ടാവുന്ന യൂണിറ്റ് ഓഫ് എലോങ്ങേഷൻ, എത്രമാത്രം എലോങ്ങേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ യൂണിറ്റ് ഓഫ് എലോങ്ങേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത സമയത്ത് സ്ട്രെയിനിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോർമൽ സ്ട്രെയിൻ എന്ന് നമുക്ക് വിളിക്കാം. നമ്മളിവിടെ ഒരു സ്റ്റീൽ ബാർ സപ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ഒറിജിനൽ ലെങ്ത് L0 എന്നെടുക്കുന്നു. അതിൽ നമ്മൾ നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്തു. നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് L എന്ന് പറയുന്ന ലെങ്തായി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് സ്ട്രെയിൻ, ആ ബാറിൽ ഡെവലപ്പ് ചെയ്യുന്ന റിസൾട്ടൻ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: S is equal to L minus L0 divided by L0, അല്ലെങ്കിൽ ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L0. ഡെൽറ്റ L എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് എഴുതാം? ഒറിജിനൽ ലെങ്ത്. അതാണ് അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ. അന്നേരം സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, യൂണിറ്റ് ഓഫ് എലോങ്ങേഷൻ ഓഫ് എ റോഡ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രെയിൻ. നമ്മൾ പറഞ്ഞു ഒരു റോഡ് എടുത്ത് വലിച്ച് നീട്ടുന്നു എന്ന് പറഞ്ഞു, സ്ട്രെസ്സിന് വേണ്ടിയിട്ട്, നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ച് നീട്ടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ച് നീട്ടുന്ന സമയത്ത് അവിടെ ആ റോഡിൻ്റെ നീളം കൂടുന്നു. നീളം കൂടുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, അവിടെ എന്ത് സംഭവിക്കുന്നു? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിലേറ്റീവ് ഡയമെൻഷണൽ ചേഞ്ച് occurs in y and z direction, and it can be expressed as Ey and Ez. So the general material characteristic is captured by a term called Poisson's ratio. അങ്ങനെ ഉണ്ടാകുന്ന ആ ജനറൽ മെറ്റീരിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് പോയ്സൺ റേഷ്യോ. അന്നേരം പോയ്സൺ റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോൺജിറ്റ്യൂഡിനൽ എലോങ്ങേഷൻ.
അന്നേരം ട്രാൻസ്വേഴ്സ് എലോങ്ങേഷൻ്റെയും അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ എലോങ്ങേഷൻ്റെയും കൂടെ റേഷ്യോ ആണ് നമ്മൾ പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. വി ക്യാൻ ബി റെപ്രസ്ഡ് ആസ് എസ് വൈ ഡിവൈഡഡ് ബൈ എസ് എക്സ്. സോറി, ഞാൻ നേരത്തെ ഇ വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എക്സ് വൈ റിലേറ്റീവ് ഡയമെൻഷൻ ചേഞ്ച് എൻ വൈ എന്ന് പറയുന്നത് എക്സ് വൈ വെച്ചാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്യുക. എക്സ് വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എസ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ എസ് എക്സ് എന്ന് എഴുതാം. അതാണ് പോയ്സൺ റേഷ്യോ. പോയ്സൺ റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ എലോങ്ങേഷൻ. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലായി. സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എലോങ്ങേഷനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. സോ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്ന ഒരു ലോ ഉണ്ട്, ആ ലോയാണ് ഹൂക്സ് ലാ. അന്നേരം ഹൂക്സ് ലാ പറയുന്നത് എന്താണ്, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അണ്ടർ സ്മാൾ deformations the stress and strain terms are proportional to each other. അന്നേരം ഹൂക്സ് ലായുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എസ്. അതായത് സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ്സും എസ് എന്ന് പറയുന്നത് സ്ട്രെയിനും ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുമാണ്. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് യങ്സ് മോഡുലസ് എന്നും പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് ഓരോ മെറ്റീരിയലിനും ഓരോ വാല്യൂ ആയിരിക്കും. അതതിൻ്റെ ഷേപ്പിനെയോ ഡയമെൻഷനിലെയോ മെക്കാനിക്കൽ എലമെൻറ്റിനെയോ അങ്ങനെയുള്ളതിനെ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെന്തെങ്കിലും ഒരു ഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് ആ പഴയ രീതിയിലോട്ട് വരാനുള്ള ആ ഒരു പ്രവണതയാണ് നമ്മളെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, അല്ലെങ്കിൽ റീസ്റ്റോർ ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ, അങ്ങനെ പഴയ ഷേപ്പിലോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും മെയിനായിട്ടും രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. എന്തൊക്കെയാണ്, നോർമൽ സ്ട്രെസ് എന്നും നോർമൽ സ്ട്രെസ് ഓർ സ്ട്രെയിൻ എന്നും ഷിയർ സ്ട്രെസ് ഓർ സ്ട്രെയിൻ എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയത് നോർമൽ സ്ട്രെസ് എന്താണ്, നോർമൽ സ്ട്രെയിൻ എന്താണ് എന്നുള്ളതൊക്കെയാണ്. അന്നേരം എന്താണ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ് ക്യാൻ ബി ഡെവലപ്ഡ് അണ്ടർ ഡിഫറെൻറ്റ് ഫോഴ്സ് ലോഡിംഗ് കണ്ടീഷൻ. ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫോഴ്സ് ലോഡിംഗ് കണ്ടീഷൻ വരുമ്പോഴാണ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം, നോർമൽ സ്ട്രെസ്സിൻ്റെ ഉണ്ട്, ഷിയർ സ്ട്രെസ്സിൻ്റെ ഉണ്ട്. നമ്മൾ ആദ്യം പഠിച്ച അതേ ഡയഗ്രാമാണ്. അപ്പം ഇതിനകത്ത് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ഫോഴ്സസ് ഇതിൽ അപ്ലൈ ചെയ്യും. രണ്ട് ഡിഫറെൻറ്റ് ഫോഴ്സസ് ആ ക്യൂബിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ക്യൂബിൻ്റെ എന്തിന് വേരിയേഷൻ സംഭവിക്കും, ഷേപ്പിന് തന്നെ വേരിയേഷൻ സംഭവിക്കും. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷിയർ സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ടോ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ. നമ്മൾ നേരത്തെയും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെ ഷിയർ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ടോ വെച്ചിട്ടാണ്. അന്നേരം ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എഴുതാം. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഷിയർ സ്ട്രെസ് ഹാസ് നോ ടെൻഡൻസി ടു ഇലോങ്ങേറ്റ് ഓർ ഷോർട്ടൺ ദ എലമെൻറ്റ് ഇൻ എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. ഷിയർ സ്ട്രെസ്സിന് അത് എലോങ്ങേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷോർട്ടാവുകയോ അങ്ങനത്തെ ടെൻഡൻസി ഒന്നുമില്ല. പിന്നെ ഷിയർ സ്ട്രെസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് എന്തുണ്ടാക്കും, ചേഞ്ചസ് നടത്തും. എന്ന് വെച്ചാൽ ഷേപ്പ് അങ്ങ് മാറും. അപ്പം നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടത് ഒറിജിനൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരെണ്ണമായിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു റെക്റ്റാങ്കുലർ പാരലൽ പൈപ്പ്ഡ് ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അതിനെ നമ്മളൊരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അതെന്തായിട്ട് മാറി, ഒരു ഒബ്ലിക് പാരലൽ പൈപ്പ്ഡ് ആയിട്ട് മാറി. എന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ദ എക്സ്റ്റെൻറ്റ് ഓഫ് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും
അതിനെന്ത് മാത്രം റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നു. അതിൻ്റെ എക്സ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ എക്സ്റ്റൻറ്റ് ഓഫ് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സോറി അതേ ഒരു കറക്ഷൻ ഉണ്ട്. ഷിയർ സ്ട്രെയിൻ ഈസ് യൂണിറ്റ്ലെസ്. ഷിയർ സ്ട്രെയിൻ എന്നാക്കുക, ഷിയർ സ്ട്രെയിൻ ഈസ് യൂണിറ്റ്ലെസ്. കാരണം ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുണ്ടാകുന്ന റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്റ്റൻറ്റിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ്ലെസ് ആണ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് റേഡിയൻസ്. ഷിയർ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എലോങ്ങേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷോർട്ടൺ ആവുകയോ ചെയ്യുകയല്ല, അതെന്താണ് ഷേപ്പിന് ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്റ്റൻറ്റ് ഓഫ് റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ ഇവിടെ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള രണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. നേരത്തെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ പഠിച്ചില്ലേ, ഹൂക്സ് ലോ ഒക്കെ പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെയും ഇത് തമ്മിൽ റിലേറ്റഡ് ആണ്. ഇവിടെ റിലേറ്റ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് ജി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ ജി ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഗാമ. ദ യൂണിറ്റ് ഓഫ് ജി ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാരണം ഗാമ എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ലെസ് ആണ്. സോ യൂണിറ്റ് ഓഫ് ജി ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഈ ജിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെ മാത്രമാണ്, നോട്ട് ദ ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ജി എന്ന് പറയുന്നത് മെറ്റീരിയലിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡയമെൻഷനെയോ ഷേപ്പിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഈ ഇയും ജിയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും പോയ്സൺ റേഷ്യോയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ജി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2 × 1 + v. ഇതാണ് ഈ ജിയും ഇയും വിയും തമ്മിലുള്ള റിലേഷൻ. സോ ഇന്ന് നമ്മൾ പഠിച്ചത് സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും എന്ന് വെച്ചാൽ സം മെക്കാനിക്കൽ റിവ്യൂ ഓഫ് മെക്കാനിക്കൽ കൺസെപ്റ്റ്സ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.